പത്തനംതിട്ടയിലുള്ള നന്ദന ഫാമിൽ എത്തുന്നവർക്ക് കൗതുകമാവുകയാണ് മാണിക്യരെന്ന കാങ്കേയം ഇനത്തിലെ കാള. കമ്പത്തെ അറവുശാലയിൽ അറക്കുന്നതിന് തൊട്ടു മുൻപാണ് ഫാം ഉടമ ചിക്കു മാണിക്യനെ സ്വന്തമാക്കിയത്. മാണിക്യൻ ഇന്ന് ചിക്കുവിന്റെ കുടുംബാംഗം പോലെയാണ്. കമ്പത്തെ ഒരു അറവുശാലയിൽ അവസാനിക്കേണ്ടിയിരുന്ന ജീവനാണ് ഇന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയത്. അറക്കുന്നതിന് തൊട്ടുമുൻപ് സ്ഥലത്തെത്തിയ നന്ദനം ഫാം ഉടമ ചിക്കു ചോദിച്ച വില നൽകിയാണ് ഇവനെ സ്വന്തമാക്കിയത്. എന്നിട്ടൊരു പേരും നൽകി, മാണിക്യൻ. ഇത് ഞങ്ങളുടെ ഒരു മുത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു അറവുശാലയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ്. മാണിക്യൻ എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യം നമ്മൾ പോയി നേരത്തെ ഒന്ന് കണ്ടാണ്. അപ്പോൾ വിലയിൽ ഒതുങ്ങാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ ചോദിക്കുന്ന വില കൊടുത്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇവിടെ കാളവണ്ടിയിലൊക്കെ കെട്ടി ട്രെയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ നമ്മൾ സുഖമായിട്ട് അവൻ്റെ പറയുന്ന സുഖചികിത്സയൊക്കെ നൽകി 3 നേരവും ഫുഡും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാളയാണ്. നിരവധി ആളുകളാണ് മാണിക്യനെ കാണാനും മാണിക്യന്റെ ഒപ്പം സവാരി നടത്താനും നന്ദന ഫാമിലേക്ക് എത്തുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള കാങ്കേയ ഇനത്തിൽപ്പെട്ട കാളയാണ് മാണിക്യൻ. ഇത് കാങ്കേയ ഇനത്തിൽപ്പെട്ട കാളയാണ്. കാങ്കേയ ഇനത്തിൽപ്പെട്ട വെള്ളക്കാള. കണ്ണിന് നല്ല അഴകായിരിക്കും, മുഖ ഷേപ്പ് നല്ല ആയിരിക്കും, ബോഡി ഷേപ്പിന് നല്ല ഭംഗി കാണും. കാങ്കേയ ഇനത്തെ കാളയ്ക്ക് നല്ല കൊമ്പുകൾ കാണും. ഇപ്പോൾ ഇത് ചെറുപ്രായമാണ്, വലിയ വയസ്സൊന്നുമില്ല. ഏകദേശം ഒരു 3-4 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു കാളയാണ്. നന്ദന ഫാമിൽ മാണിക്യന് കൂട്ടായി വേറെ അതിഥികളുണ്ട്. എന്നാൽ ഇവർ വെറും അതിഥികൾ മാത്രമല്ല, എല്ലാവരും സിനിമാ താരങ്ങൾ കൂടിയാണ്. പഞ്ചവർണ്ണതത്ത, ചാർലി, ടർബോ തുടങ്ങിയ ഒട്ടനവധി മലയാള സിനിമകളിലും അന്യഭാഷാ സിനിമകളിലുമെല്ലാം ഈ മിടുക്കന്മാരും മിടുക്കികളും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷികളോടും മൃഗങ്ങളോടുമുള്ള അതിയായ സ്നേഹമാണ് വീടിനുള്ളിൽ മൃഗശാല എന്ന ആശയത്തിലേക്ക് എത്തിച്ചതെന്നും ചിക്കു പറയുന്നു. അച്ഛൻ പറഞ്ഞുള്ള ഒരു അറിവുണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി കാളയും കാളവണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാളയെ വാങ്ങിക്കാൻ ഒരു യാത്ര ചെയ്തു. പക്ഷേ കിട്ടിയത് നമുക്കൊരു കുതിരയാണ്. പിന്നീട് കുതിരവണ്ടി വാങ്ങിച്ചു. പിന്നെ നമുക്കൊരു മിനി സൂ പോലെ ഇവിടെ വീട്ടിൽ സെറ്റ് ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്താണ്. ഇന്നിപ്പോൾ അത് നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഓപ്പൺ ആക്കി കൊടുത്തു. അവധിക്കാലമായതിനാൽ തന്നെ നന്ദന ഫാമിൽ കുട്ടികളുടെ വലിയ തിരക്കാണ്. കാണാൻ ഏറെ കൗതുകമുള്ള ഒരു ലോകമാണ് ചിക്കുവും കുടുംബവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അമലിനൊപ്പം ജ്യോതിഷ് മോഹനൻ, ബിഗ് TV ജേർണലിസ്റ്റ്, പത്തനംതിട്ട.